റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. LDC യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഏത് രാജ്യത്തിൻ്റെ പ്രധാന ഭാഷയാണ് ഹീബ്രു? ഇസ്രായേൽ. ഏത് രാജ്യത്തിൻ്റെ പ്രധാന ഭാഷയാണ് ഹീബ്രു? ഇസ്രായേൽ. ബൈബിൾ പുതിയ നിയമം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഗ്രീക്ക്. ബൈബിൾ പുതിയ നിയമം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഗ്രീക്ക്. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യം? നെതർലാൻഡ്. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യമാണ് നെതർലാൻഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെ? പാലക്കാട്, ചിറ്റൂർ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെ? പാലക്കാട്, ചിറ്റൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം? ജൂലൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ചക്ക ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ്? ബംഗ്ലാദേശ്. ചക്ക ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ്? ബംഗ്ലാദേശ്. മലേഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യം? സിംഗപ്പൂർ. മലേഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ. മാലിദ്വീപിലെ പ്രധാന ഭാഷയേത്? ദിവേഹി. മാലിദ്വീപിലെ പ്രധാന ഭാഷയാണ് ദിവേഹി. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി? ഡെന്നിസ് ടിറ്റോ. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഡെന്നിസ് ടിറ്റോ. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി? അനൗഷ അൻസാരി. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷ അൻസാരി. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്? 1985. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് 1985. ഇന്ത്യയിൽ താൽക്കാലിക പ്രധാനമന്ത്രി പദം വഹിച്ചിട്ടുള്ളത് ആര്? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ താൽക്കാലിക പ്രധാനമന്ത്രി പദം വഹിച്ചിട്ടുള്ളത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കിയ വർഷം? 2006. 2006 പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കിയത്. മലയാളി മെമ്മോറിയലിന് മുൻകൈയെടുത്തത് ആര്? GP പിള്ള. മലയാളി മെമ്മോറിയലിന് മുൻകൈയെടുത്തത് ആരാണ്? GP പിള്ള. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? ഡോക്ടർ പൽപ്പു. ലാഫിംഗ് ഗ്യാസിൻ്റെ രാസനാമം? നൈട്രസ് ഓക്സൈഡ്. ലാഫിംഗ് ഗ്യാസിൻ്റെ രാസനാമമാണ് നൈട്രസ് ഓക്സൈഡ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. 1978. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. 1978. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം? ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ലാൽബാഗ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂർ. ലാൽബാഗ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ ചേര ചക്രവർത്തി ആരായിരുന്നു? രാജശേഖര വർമ്മൻ. കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ ചേര ചക്രവർത്തി ആരായിരുന്നു? രാജശേഖര വർമ്മൻ. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി? രാജ കേശവദാസൻ. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പിയാണ് രാജ കേശവദാസൻ. മലബാർ ലഹള നടന്ന വർഷം? 1921. മലബാർ ലഹള നടന്ന വർഷമാണ് 1921. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത്? ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത് ശങ്കരാചാര്യർ. ഉരുകൽ നില ഏറ്റവും കൂടിയ ലോഹം? ടങ്സ്റ്റൺ. ഉരുകൽ നില ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൺ. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി മുക്ത നഗരം? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി മുക്ത നഗരമാണ് ചണ്ഡീഗഡ്. ജീവനുള്ള കോശത്തിൽ മാത്രം സജീവമാകുന്ന സൂക്ഷ്മജീവി? വൈറസ്. ജീവനുള്ള കോശത്തിൽ മാത്രം സജീവമാകുന്ന സൂക്ഷ്മജീവി വൈറസ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി സ്ഥാപിക്കപ്പെട്ടതെന്ന്? 1953. 1953 കേന്ദ്ര സംഗീത നാടക അക്കാദമി സ്ഥാപിക്കപ്പെട്ടത്. താപം, വൈദ്യുതി എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം? വെള്ളി. താപം, വൈദ്യുതി എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചതാര്? അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് അബ്ദുൽ കലാം ആസാദ്. ഗീതാരഹസ്യം ആരുടെ രചനയാണ്? ബാലഗംഗാധര തിലകൻ.
ഗീതാരഹസ്യം ആരുടെ രചനയാണ്? ബാലഗംഗാധര തിലകൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. കേരളത്തിൽ ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതെന്ത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം പേവിഷബാധ. പേവിഷബാധയാണ് ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാന ചുരമേത്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാന ചുരമാണ് പാലക്കാട് ചുരം. മിൽമ സ്ഥാപിതമായത് എന്ന്? 1980. 1980 മിൽമ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക, ഒഡീഷ. സാർക്ക് സ്ഥാപിതമായതെന്ന്? 1985. 1985 സാർക്ക് സ്ഥാപിതമായത്. ഏത് ലോഹത്തെയാണ് ടാർണിഷ് ബാധിക്കുന്നത്? വെള്ളി. ഏത് ലോഹത്തെയാണ് ടാർണിഷ് ബാധിക്കുന്നത്? വെള്ളി. ഇന്ത്യക്ക് പുറമെ ജനുവരി 26 ദേശീയ ദിനമായ രാജ്യം? ഓസ്ട്രേലിയ. ഇന്ത്യക്ക് പുറമെ ജനുവരി 26 ദേശീയ ദിനമായ രാജ്യമാണ് ഓസ്ട്രേലിയ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. റോഡുകളില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നത്? വെനീസ്. റോഡുകളില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നത് വെനീസ്. ഇലകളിലെ ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള ലോഹം? മാഗ്നീഷ്യം. ഇലകളിലെ ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് മാഗ്നീഷ്യം. ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത്? ഉറുദു. ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് ജാറിയ. പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ? നെഞ്ചരിച്ചൽ. പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ് നെഞ്ചരിച്ചൽ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ജേതാക്കളായ വർഷം? 1973. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ജേതാക്കളായത്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഹൈപ്പോയുടെ രാസനാമമെന്ത്? സോഡിയം തയോസൾഫേറ്റ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഹൈപ്പോയുടെ രാസനാമമാണ് സോഡിയം തയോസൾഫേറ്റ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം? വിൽപ്പന നികുതി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് വിൽപ്പന നികുതി. ഏത് നദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട്? മഹാനദി. ഏത് നദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട്? മഹാനദി. ഏത് മൂലകത്തിൻ്റെ സംയുക്തങ്ങളാണ് അമാൽഗം? രസം. ഏത് മൂലകത്തിൻ്റെ സംയുക്തങ്ങളാണ് അമാൽഗം? രസം. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ സഞ്ചാരി? മെഗസ്തനീസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ്? ജിയാങ് സെമിൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ് ജിയാങ് സെമിൻ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ മാർപ്പാപ്പ? ജോൺ പോൾ ആറാമൻ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ മാർപ്പാപ്പയാണ് ജോൺ പോൾ ആറാമൻ. രണ്ടാം അശോകൻ എന്ന് വിളിക്കപ്പെട്ട രാജാവ്? കനിഷ്കൻ. രണ്ടാം അശോകൻ എന്ന് വിളിക്കപ്പെട്ട രാജാവാണ് കനിഷ്കൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം? ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം? 1961. 1961 ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം? 7. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. വെളുത്ത രക്താണുക്കളുടെ ആയുസ്സ്? 15 ദിവസം വരെ. വെളുത്ത രക്താണുക്കളുടെ ആയുസ്സ് 15 ദിവസം വരെ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ? സോഡിയം, പൊട്ടാസ്യം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക് ഭാഷ ഏത്? തമിഴ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക് ഭാഷ തമിഴ്. ലോക നാടക ദിനം മാർച്ച് 27. ലോക നാടക ദിനം മാർച്ച് 27. കേരളത്തിൽ ഏറ്റവും കൂടിയ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിള? നാളികേരം. കേരളത്തിൽ ഏറ്റവും കൂടിയ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിളയാണ് നാളികേരം. ഇന്ത്യയുടെ തേയില സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? അസം.
ഇന്ത്യയുടെ തേയില സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? അസം. ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശ്. ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിക്കുന്നത് 2011. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. ആടുജീവിതം എന്ന നോവൽ രചിച്ചത് ബെന്യാമിൻ. ആടുജീവിതം എന്ന നോവൽ രചിച്ചത് ആരാണ്? ബെന്യാമിൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ജോമെട്രിയുടെ പിതാവ് യൂക്ലിഡ്. ജോമെട്രിയുടെ പിതാവാണ് യൂക്ലിഡ്. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ATMൻ്റെ പിതാവ് ജോൺ ഷെപ്പേർഡ് ബാരൻ. ATMൻ്റെ പിതാവാണ് ജോൺ ഷെപ്പേർഡ് ബാരൻ. വ്യാവസായിക വിപ്ലവത്തിൻ്റെ പിതാവ് ജെയിംസ് വാട്ട്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ പിതാവ് ജെയിംസ് വാട്ട്. അച്ചടിയുടെ പിതാവ് ഗുട്ടൻബർഗ്. അച്ചടിയുടെ പിതാവ് ഗുട്ടൻബർഗ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് C. കുഞ്ഞിരാമൻ മേനോൻ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് C. കുഞ്ഞിരാമൻ മേനോൻ. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവാണ് ഗുരുദത്ത് സോദി. അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിതാവ് വാട്ടർ ക്യാമ്പ്. അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിതാവ് വാട്ടർ ക്യാമ്പ്. ആധുനിക ടൂറിസത്തിൻ്റെ പിതാവ് തോമസ് കുക്ക്. ആധുനിക ടൂറിസത്തിൻ്റെ പിതാവ് തോമസ് കുക്ക്. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ് ദാദാഭായ് നവറോജി. ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഇബ്സൺ. ആധുനിക നാടകത്തിൻ്റെ പിതാവാണ് ഇബ്സൺ. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് KR നാരായണൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഉപദേശകനായി വർത്തിച്ചതാര്? G. നാഗേന്ദ്ര റാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഉപദേശകനായി വർത്തിച്ചത് G. നാഗേന്ദ്ര റാവു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. പഞ്ചായത്തുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 40. പഞ്ചായത്തുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 40. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതിയാണ് കൊട്ടാരക്കര. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. റേഡിയോ ആക്റ്റീവായ വാതകം ഏത്? റഡോൺ. റേഡിയോ ആക്റ്റീവായ വാതകമാണ് റഡോൺ. കടൽ വെള്ളത്തിൻ്റെ pH മൂല്യം എത്ര? 8. കടൽ വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 8. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? ഡോക്ടർ പൽപു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? ഡോക്ടർ പൽപു. നിപ്പോൺ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട രാജ്യം ജപ്പാൻ. നിപ്പോൺ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട രാജ്യമാണ് ജപ്പാൻ. കോൺഗ്രസ്സുകാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. കോൺഗ്രസ്സുകാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളാണ് കേരളത്തിൽ? 3. കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളാണ് കേരളത്തിൽ? 3. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏത്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. മലകളില്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ. മലകളില്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ. രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 30. ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1920. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷമാണ് 1920. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 24. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്.
ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം ഏത് മേഖലയിൽ? ബാംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം ഏത് മേഖലയിൽ? ബാംഗ്ലൂർ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതി. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ രണ്ടാമത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല തൃശ്ശൂർ. കേരളത്തിൽ രണ്ടാമത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് തൃശ്ശൂർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.